വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ക്ഷീരമേഖലയിൽ ക്ഷീരസംഘങ്ങളുടെ മികച്ച പ്രവർത്തനങ്ങൾക്കായി നൽകി വരുന്ന രാജ്യത്തെ ഗോപാൽ രത്ന അവാർഡിന് അർഹമായ വയനാട് മീനങ്ങാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ KB മാത്യു പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗം ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കേൾക്കാം. നമ്മുടെ കാർഷിക മേഖല ഏത് തന്നെ പരിഗണിച്ചാലും കർഷകന്റെ ഒരു സ്ഥിരത എന്ന് പറയുന്നത് അവന് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പം നമ്മളിപ്പോൾ സംഘങ്ങളിലേക്ക് പാല് അളന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഏത് രീതിയിലാണ് കർഷകരിലേക്ക് എത്തുന്നത്? അതായത് തവണകളായിട്ടാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാസം ഇത്രാം തീയതിക്കുള്ളിൽ അവരുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആകുന്ന രീതിയിലാണോ? ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പാൽ അളക്കുന്ന കർഷകന് അവർക്ക് മാസത്തിലൊന്നാണ് ബിൽ സെറ്റിൽമെൻറ്റ് എന്ന് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കുറേയും കൂടെ സുതാര്യമായിട്ട് എല്ലാം ബാങ്ക് അക്കൗണ്ടിലൂടെയാട്ടോ പോകുന്നത്. പുതിയതായിട്ട് പാൽ അളക്കാൻ വരുന്നവരുടെ ID, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ നമ്പർ, ഐഡൻറ്റിറ്റി കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഈ 4 കോപ്പി വാങ്ങി വയ്ക്കും. കാരണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. എന്നിട്ട് ഇവരുടെ ബാങ്ക് ത്രൂ ആണ് എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. ക്ഷീര കർഷകരാണല്ലോ, സാധാരണക്കാരാണല്ലോ, അവർക്ക് പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മൾ ഇവർക്ക് പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അളന്ന പാലിൻ്റെ ഒരു അഡ്വാൻസ് എന്ന നിലയിൽ കൊടുക്കും. അത് ബാങ്ക് ത്രൂ ആയിട്ട് നമുക്ക് കൊടുക്കും. എല്ലാ മാസവും ഇവരുടെ അക്കൗണ്ടിലേക്ക് 6-ാം തീയതി ആകുമ്പോഴത്തേനും, ഇപ്പോൾ ഡിസംബർ 6-ന് നവംബർ 30 വരെയുള്ള പൈസ മുഴുവൻ കയറും. അവിടെ ഹോൾഡ് ആവുന്നില്ല. പിന്നെ ഈ കർഷകർക്കാണ്ട് അഡീഷണൽ ആയിട്ട് ഇവരുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും അവിടെ ചെയ്യുന്നുണ്ട്. RD, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന നിലയിൽ ഓരോ കർഷകൻ്റെ അടുത്തു നിന്ന് ഓരോ മാസവും 300 രൂപ വെച്ച് കളക്ട് ചെയ്യും. 300 രൂപ വെച്ച് ഇവരെ പാൽവിലയിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവർക്കൊരു 12 മാസം കഴിയുമ്പോൾ 3600 രൂപ പ്ലസ് ഇൻട്രസ്റ്റോടെ കൂട്ടിയിട്ട് ഇവർക്കത് റീഇംബേഴ്സ് ചെയ്യും. അപ്പോൾ ഇവർക്കതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിരിക്കും. അത് അവർക്ക് വളരെ സന്തോഷമാണ്. എല്ലാ ജനബോഡിയിലും അവർ പറയുന്നത് അത് കുറച്ചുകൂടെ ഉയർത്തണം എന്നാണ്. പക്ഷേ ഒരു 300 രൂപയൊക്കെ മതി എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അത് ശരി. കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ അളക്കുന്ന പാല് മാത്രം അല്ല ഒരു വരുമാനം എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന കിടാരികളാണെങ്കിൽ അത് അവർക്കൊരു വരുമാനമാണ്, അടുത്തൊരു പ്രതീക്ഷയാണ് ഒരു കർഷകന്റെ. അപ്പം ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് ഇനി മുന്നോട്ട് കുറേയും കൂടെ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇപ്പോൾ മാഡം ഓർമ്മിപ്പിച്ചത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഉൽപ്പാദനക്ഷമത കുറഞ്ഞ പശുക്കൾ, നാടൻ പശുക്കളും ഉൽപ്പാദനക്ഷമത കുറഞ്ഞ പശുക്കളും കുറേ അധികമുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് കുറേയും കൂടെ ഉൽപ്പാദനക്ഷമത ഉള്ള പശുക്കളെ ഉണ്ടാകണമെങ്കിൽ ഈ സെക്സോസഡ് സെമൻ എന്ന് പറഞ്ഞ സെമനൊക്കെ ഉണ്ട്. അത് ഏകദേശം 25 ലിറ്റർ പാലോളം നമുക്ക് കിട്ടുന്നതാണ്. തന്നെയല്ല ഇത് പശുക്കിടാവ് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് നേരത്തെ അത് നോക്കി വെക്കുന്നുണ്ട്. അതെ. അപ്പോൾ ആ സെമൻ കുത്തി വയ്ക്കുകയാണെങ്കിൽ പശുക്കിടാക്കളെ തന്നെ ഉൽപ്പാദിപ്പിക്കാനും കഴിയും, അതിലൂടെ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പോൾ ഒരു പ്രാവശ്യം ചെന പിടിക്കാതെ പോയാൽ കർഷകനുണ്ടാകുന്ന നഷ്ടം നികത്താൻ ഈ പശുവിൻ്റെ വർഗ്ഗപരമായ സംരക്ഷണത്തിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ AIമാർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ക്ലാസ്സുകൾ അതിനുവേണ്ടി സംഘടിപ്പിക്കുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആണെങ്കിലും KLD ബോർഡിൻ്റെ ആണെങ്കിലും മിൽമേൻ്റെ ആണെങ്കിലും അത്തരം ഒത്തിരി ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ കാഫ് സ്റ്റാർട്ടർ നിർബന്ധമായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം കന്നുകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സബ്സിഡി നിരക്കിൽ അത് മൃഗസംരക്ഷണ വകുപ്പിലൂടെയാണ് നൽകി തരുന്നത്. അതും മാക്സിമം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത് മൂരിക്കിടാങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? മൂരിക്കിടാക്കളെ വളർത്തുന്നവർ തീരെ കുറവാണ്. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് പ്രകാരം കിടാക്കൾ ഉണ്ടാക്കിയാലും മൂരിക്കിടാവാണെങ്കിൽ വിത്തിൻ ഒരു 3 ദിവസം കൊണ്ട് അവരതിനെ ഒഴിവാക്കും. തീരെ കുറഞ്ഞ ആൾക്കാരാണ് അതിനെ വളർത്തുന്നുള്ളൂ. കാരണം അവർക്കത് ലാഭകരമല്ല. പക്ഷെ പശുക്കിടാക്കൾ അത് നല്ല ബ്രീഡിനെ ആണെങ്കിലാണ് വളർത്തുന്നുള്ളൂ, അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ അപ്പം തന്നെ പുതിയൊരു ഇതുണ്ട്, ഈ മിൽക്ക് റീപ്ലേസർ എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട്. അത് ശരിക്കും
പാല് കുടിക്കാതെ ഈ മിൽക്ക് റീപ്ലേസർ കൊടുത്താൽ മതി. ഒരു 5 കിലോൻ്റെ ഒരു പാക്കറ്റിന് ഒരു മാസത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ കിടാവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസമാണല്ലോ പാല് കുടിപ്പിക്കേണ്ട അവസരം. അപ്പോൾ ആദ്യത്തെ ഒരു മാസം 3 ലിറ്ററോളം പാല് കൊടുക്കണം, പിന്നെ അടുത്ത മാസം 2 ലിറ്ററോളം കൊടുക്കണം, പിന്നെ 1 ലിറ്ററായിട്ട് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇത് കർഷകനെ സംബന്ധിച്ചോളം വലിയ അളവ് പാല് ഇതേ കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ വലിയ പൈസ നഷ്ടം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഏതാണ്ട് 500 രൂപയ്ക്ക് മിൽമ നമുക്ക് സബ്സിഡി ഇനത്തിൽ ഈ മിൽക്ക് റീപ്ലേസർ എന്ന് പറഞ്ഞാൽ പൊടി തരുന്നുണ്ട്. ഈ പൗഡർ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി ഓരോ ദിവസവും ഇത്ര ഗ്രാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീനും അയൺ കണ്ടൻറ്റും എല്ലാ സംവിധാനവും ഉള്ളതാണ് ഈ പൊടി. 500 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് നിൽക്കും. അങ്ങനെ 3 പാക്കറ്റും കൊണ്ടായാൽ 3 മാസം തീർന്നു കിട്ടും. പശുക്കിടാക്കളാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും. അതെ അതെ അതെ, അങ്ങനെ ഒരു സ്കീമോടെ നടപ്പിലാക്കുന്നുണ്ട്. മീനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കാർബൺ ന്യൂട്രൽ ആണ് എന്നുള്ളത്. അപ്പോൾ അവിടെ മാലിന്യ സംസ്കരണത്തിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിലും കർഷകർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള, അതായത് ബയോഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള സഹായങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും ക്ഷീരവികസന വകുപ്പും മിൽമയും ഓരോ വർഷവും അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വെച്ച് ഇത്ര സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ഷീര കർഷകർക്ക് ബയോഗ്യാസ് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർബൺ ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ മീനങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ക്ഷീര കർഷകരൊക്കെ ഉള്ളതുകൊണ്ട് മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ പുല്ലൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ മാക്സിമം ഞങ്ങളത് ഹൈജീനായി തന്നെ നിലനിർത്താനും പറയുന്നുണ്ട്. മീൻസ് കറവ പാത്രങ്ങളാണ്, കൊണ്ടുവരുന്ന പാത്രങ്ങളാണ്, അതിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും തൊഴുത്തടക്കം ഹൈജീൻ ആവാനുള്ള ഒരു നിർദ്ദേശങ്ങളും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഫുൾ ടൈം സൂപ്പർവൈസറോടെ ഉണ്ട് മീനങ്ങാടി സംഘത്തിന്. അദ്ദേഹത്തിന് വേറെ തൊഴിലൊന്നുമില്ല. അദ്ദേഹം കർഷകരുമായിട്ട് നേരിട്ട് സംവദിക്കുന്നു. എന്തെങ്കിലും അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പാലിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതൊരു വലിയൊരു ഘടകമാണ്. കാരണം പാലിൻ്റെ ക്വാളിറ്റി മോശമുണ്ടെങ്കിൽ ഈ സൂപ്പർവൈസറെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം പോയി നേരിട്ട് കറവ കാണും. കറവ കാണുമ്പോൾ പശുവിൻ്റെ പ്രശ്നമാണോ അതെയോ കറവക്കാരൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ, മീൻസ് ചിലപ്പോൾ വിരമരുന്ന് കൊടുക്കാത്തതുകൊണ്ട് സംഭവിക്കാം, ക്വാളിറ്റി കുറയാം. 3 മാസത്തിലൊന്ന് വിരമരുന്ന് കൊടുക്കണം, വർഷത്തിലൊന്ന് പണ്ടപ്പുഴുവിനും കൊടുക്കണം. അല്ലെങ്കിൽ പശുവിൻ്റെ കാൽസ്യവും അല്ലെങ്കിൽ ആരോഗ്യവും മുഴുവൻ ഈ പുഴു വലിച്ചുകൊണ്ട് പോകും, വിര കൊണ്ടുപോയി കളയും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇവർ കറക്കുന്നതിനും ഒരു ഇതുണ്ട്. തീർത്ത് കറന്നെടുത്താൽ മാത്രമാണ് ക്വാളിറ്റി ഫുള്ളായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള കർഷകരെല്ലാം ചെയ്യുന്നത് ലാസ്റ്റ് കുറച്ച് പാല് കിടാവിന് വേണ്ടി ഇടും. അപ്പോൾ ഇതിലായിരിക്കും ഏറ്റവും അവസാനം ഫാറ്റ് കൂടുതലുള്ള പാൽ ഏറ്റവും അവസാനം കിട്ടത്തുള്ളൂ. അത് അവർ കറന്നെടുക്കാതെ വരുമ്പോൾ ഫാറ്റിൽ വ്യത്യാസം കാണിക്കും. പിന്നെ പശുവിനെ ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് തീറ്റക്രമം നടപ്പിലാക്കണം. കാരണം ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നവർ പുൽത്തൊട്ടിയിൽ എപ്പോഴും പുല്ല് വേണമെന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറ്റി അതൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും. കാരണം വെച്ചാൽ മാക്സിമം ഡൈജഷനുള്ള ടൈം കൊടുക്കണം. അത് കൊടുക്കാത്തടത്തോളം കാലം ഈ പശുവിന് ഉൽപ്പാദനക്ഷമത കുറയും. അപ്പോൾ 2 നേരമാണ് ഭക്ഷണം കൊടുക്കാവുള്ളൂ, പുല്ലോ തീറ്റകൾ കൊടുക്കാവുള്ളൂ, ഫുൾ ടൈം വെള്ളം കിട്ടുന്ന രൂപത്തിലേക്ക്. അപ്പോൾ ഈ ഡ്രിങ്കിങ് ബൗൾ സംവിധാനം അതും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് കുറേയും കൂടി ഇങ്ങനെ അഡ്വാൻസ്ഡ് ടെക്നോളജി കർഷകരിലേക്ക് പല ക്ലാസ്സുകളിൽ കൂടെ എത്തിക്കുമ്പോൾ ഞങ്ങളതിന് കോർണർ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് ഗ്രാമത്തിൻ്റെ ഓരോ മൂലയിലും കർഷകർ വരുന്ന ഓരോ കേന്ദ്രങ്ങളിലും കോർണർ മീറ്റിംഗ് എന്ന നിലയിൽ വൈകുന്നേരങ്ങളിൽ അപ്പോൾ ആ പ്രദേശത്തെ 10-20 കർഷകർ വരും. അവർക്ക് ഇതേപോലെ തന്നെ കുറേ പശു വളർത്തലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘം ചെയ്യുന്ന കുറേ സേവനങ്ങളും സബ്സിഡികളെക്കുറിച്ചും അവർ വിശദീകരിച്ചു കൊടുക്കും. സംഘത്തിൽ നിന്ന് ആളെ നിർത്തിയിട്ടുണ്ട് ഇവരോട്. ഞങ്ങൾ പോകും, പ്രസിഡന്റ് സെക്രട്ടറിയും കൂടെ ഞങ്ങൾ പോയിട്ട് അതുപോലെ മിൽമേൻ്റെ ഉദ്യോഗസ്ഥരെയും കൂടെ വിളിക്കും. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ഇവരുടെ ന്യായമായ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് തീർക്കാൻ കഴിയും. ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാനും കഴിയും. അതിനനുസരിച്ച് മാറ്റം വരുത്താനും കഴിയും. അങ്ങനെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ വയനാടിനെ പോലെയുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോൾ കുറേ റൂറൽ ഏരിയ കൂടുതലുള്ളതാണ്. ഈ കർഷകരെന്ന് വെച്ചാൽ ക്ഷീര കർഷകർ മാത്രമല്ല, എല്ലാത്തിൻ്റെയും കൂടെ പശുവിനെ വളർത്തുക ഒരു സമ്മിശ്ര രീതിയിൽ പശുവിനെ വളർത്തി കൊണ്ടുപോകുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ഇതിനൊരു സമയം ചെലവഴിക്കാനായിട്ട് അവർക്ക് കിട്ടിയെന്നും വരാറില്ല ഈ പ്രശ്ന പരിഹാരങ്ങൾ കംപ്ലീറ്റ് നടത്താനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള കോർണർ മീറ്റുകൾ സംഘടിപ്പിക്കുന്നത് വളരെ സഹായമായിരിക്കും. അത് ഞങ്ങൾ കണ്ട കുറച്ചുകൂടെ ഒരു എഫക്റ്റീവായിട്ടൊരു കാര്യം, സാധാരണ കൃഷിക്കാരെല്ലാം ഈ ആണുങ്ങളെല്ലാം
അവരെ കറവയൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാല് കൊണ്ട് കൊടുക്കണ പണി മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങൾ മുഴുവൻ അവിടുത്തെ ലേഡീസ് ആയിരിക്കും, വീട്ടമ്മമാരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈകുന്നേരം പാല് കൊണ്ടുവരുന്നത് മിക്കവാറും അവർ തന്നെ. അപ്പോൾ ഈ പശുവിൻ്റെ A to Z കാര്യങ്ങൾ അധികവും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കോർണർ മീറ്റിങ്ങിലൂടെ അവരും കൂടെ വരും, കാരണം തൊട്ട് വീടിൻ്റെ അടുത്താണല്ലോ, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവർക്കും കൂടെ വന്ന് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ജെന്യൂനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാനും മാറ്റം വരുത്താനും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. തീർച്ചയായിട്ടും. അതെ അതെ അതെ. ഓക്കെ, അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ വയനാടിൻ്റെ ഒരു കാർഷിക പാരമ്പര്യം എന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അവിടെ ഈ നാടൻ പശുക്കൾക്കും അതിനൊക്കെ കുറേ കൂടെ പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വയനാടിൻ്റെതായ രീതിയിൽ ജീവിക്കുന്ന കുറേ വിഭാഗങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ജനുസുകളുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതും ആവശ്യമല്ലേ? അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഈ പിന്നോക്കത്തിൽ നിൽക്കുന്ന അവരെയും കൂടെ ഈ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് അടിയ പണിയ വിഭാഗത്തിന് സെപ്പറേറ്റ് ഒരു സ്കീം തന്നെയുണ്ട്. മിൽമയ്ക്കൊരു സ്കീം ഉണ്ടായിരുന്നു. ആ സ്കീമിൽ ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പശു വളർത്താനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ ഒരു സ്കീമുണ്ട്. SC/STക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ളവർ. പക്ഷേ പല ഉന്നതികളുണ്ട് അവിടെ. ആ ഉന്നതികളിലെല്ലാം പശു വളർത്തൽ നല്ല രൂപത്തിലേക്ക് അവർ ചെയ്യുന്നുണ്ട്. അവരതിനകത്ത് കുറേ കൂടെ ഗൈഡൻസ് ഉള്ളവരാണ്, അവബോധമുള്ളവരാണ്. അപ്പോൾ ആ രംഗത്ത് അവർ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്ഥലത്തിൻ്റെ ഒരു പരിമിതികൾ കാണാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ പശുക്കളെ അങ്ങനെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേര് ട്രഡീഷണൽ ആയിട്ട് വളർത്തുന്ന കുറേ പേരുണ്ട്. കുറേയും കൂടെ ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളെ വളർത്തുന്നത് പഞ്ചാബിലാണ് രാജ്യത്ത്. അപ്പോൾ അതേ രൂപത്തിലേക്ക് നമുക്ക് കേരളത്തിലേക്ക് വന്ന് വയനാട്ടിൽ കിട്ടുകയാണെങ്കിൽ കുറേയും കൂടെ ഈ കുറഞ്ഞ ജനസംഖ്യയല്ലേ ഉള്ളൂ, പക്ഷേ കൂടുതൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനുള്ളൊരു ശ്രമവും കൂടെ നടത്തുന്നുണ്ട്. ബയോഗ്യാസ് പ്ലാന്റ് എല്ലാ വീടുകളിലും ആയിട്ടുണ്ടോ? മാക്സിമം അതിനുള്ള പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ധാരാളം വൈദ്യുതിയുടെ ആവശ്യം വരുന്നുണ്ട്. അവിടെ ചില്ലിംഗ് പ്ലാന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സോളാർ എനർജി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? 20 kW ഒരു സോളാർ പാനൽ സംഘത്തിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ എനർജീൻ്റെ ഒരു പകുതിയിലധികം നമുക്ക് കൺസംഷൻ കിട്ടുന്നുണ്ട്. അത് നമുക്ക് KSEBക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അന്ന് ഏതാണ്ട് 2015-16 വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 വർഷത്തോളമായി. ഫുൾ സോളാറാണ്. അതിനകത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യിക്കാന്നുള്ള വേനൽക്കാലത്ത് വർക്ക് ചെയ്യിക്കാം. പക്ഷേ ഞങ്ങളത് KSEBക്ക് കൊടുത്ത് KSEBയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ലെവലിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് സംവിധാനം കിട്ടത്തില്ല എന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ബയോഗ്യാസിനെ കുറിച്ച് പറഞ്ഞു, സോളാറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ജലസംരക്ഷണം എന്ന് പറയുന്നത്. ജലസംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ജലസംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മഴവെള്ള സംഭരണി പറഞ്ഞ സംവിധാനമുണ്ട്. അതുകൊണ്ട് പരമാവധി വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 17,500 ലിറ്റർ സംഭരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനകത്ത് അത്രയധികം വെള്ളം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്രോതസ്സ് ഒന്നൊരു ബോർവെല്ലും ഒന്നൊരു ഓപ്പൺ വെല്ലുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും കൂടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ മഴക്കാലത്ത് ഈ മഴവെള്ള സംഭരണിയിലും കൂടെ ഞങ്ങളത് സ്റ്റോർ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കാലാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേനൽക്കാലം ആണെങ്കിലും ഇടയ്ക്ക് ഓരോ മഴയൊക്കെ കിട്ടിയിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേനും ചൂട് വല്ലാതെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് ഈ പശുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രതികൂല സാഹചര്യമാണ് ഒരുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഉള്ള ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കന്നുകാലികൾക്ക് സുഗമമായ രീതിയിൽ നിൽക്കാൻ ഉതകുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാലിത്തൊഴുത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങൾ, അതായത് ഇപ്പോൾ ഫാൻ അടക്കമുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ കർഷകർക്ക് നൽകുന്നുണ്ടോ? ഇപ്പോൾ പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന കർഷകരെ മുഴുവൻ അങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കാരണം വെച്ചാൽ തൊഴുത്ത് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി ഉണ്ടാക്കാനും റൂഫിന് ഹൈറ്റ് കൂട്ടി ഉണ്ടാക്കാനും ഈ പശുക്കളെ ഫേസ് ടു ഫേസ് നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് നിർത്താനും കൂടാതെ സൈഡ് മറയ്ക്കാതിരിക്കാൻ. കാരണം എയർ സർക്കുലേഷൻ മാക്സിമം കിട്ടണം. ആരും പശുവിനെ അയച്ച് പുറത്ത് കെട്ടുന്ന രീതിയൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി തൊഴുത്ത് അങ്ങനെ ഫുള്ള് കെട്ടിമറയ്ക്കാത്ത രൂപത്തിലേക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഈ വന്യമൃഗ ആക്രമണം വരുന്നതുകൊണ്ട് ഫെൻസിങ് ചെയ്താലും കെട്ടിമറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു
ഒരു 2 അടി ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഫെൻസിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയും ചെയ്യും, വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. തൊഴുത്തിൽ ഹൈജീൻ ആവാൻ വേണ്ടി റബ്ബർ മാറ്റും കൂടെ നിർബന്ധമായിട്ട്, അതിപ്പോൾ അല്ലെങ്കിൽ അസുഖങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തൊഴുത്തും അതൊരു സബ്സിഡി നിരക്കിൽ മിൽമ കൊടുക്കുന്നുണ്ട്. അത് സംഘത്തിലൂടെയാണ് ചെയ്യുന്നത്. ഒരു മാറ്റിന് പകുതി സബ്സിഡിയോളം കിട്ടും. 2500 രൂപ വരുന്ന മാറ്റിന് 1250 രൂപ സബ്സിഡി ആയിട്ട് കൊടുക്കും. അപ്പം മാക്സിമം എല്ലാ കർഷകർക്കും റബ്ബർ മാറ്റ് സബ്സിഡി എന്ന നിലയിൽ കിട്ടുന്ന ഒരു സ്കീം തന്നെ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് നടപ്പിലാക്കുന്നത്? അതായത് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ദിവസം 400 മിൽക്ക് ക്യാനുകൾ തന്നെ നമുക്കുണ്ട്. അതുപോലെ തന്നെ 5000 ലിറ്റർ കപ്പാസിറ്റിയുള്ള 3 BMCകളാണ്, 3 ബൾക്ക് മിൽക്ക് കൂളറാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴുകി, ഇത്രയും ക്യാനുകൾ കഴുകി ഈ പ്ലാന്റ് കഴുകി വൃത്തിയായി വരുമ്പോൾ ഏകദേശം 20,000 ലിറ്ററോളം വെള്ളം നമുക്ക് മലിനജലമായിട്ട് വരും. കാരണം ഇതിപ്പോൾ പാല് കഴുകി പോരുന്നതാണല്ലോ. അപ്പോൾ ഈ വെള്ളം മുഴുവൻ നമ്മൾ ഒരു ETP സംവിധാനമുണ്ട്, ഈക്വലൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിലേക്കാണ് ഇത് പോകുന്നത്. അത് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ അതില്ലായിരുന്നു, അതിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കാരണം അത്രയധികം സ്മെല്ലായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം അത് മനസ്സിലാവത്തില്ല, കാരണം മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഗവൺമെൻറ് ഇത് പൊല്യൂഷൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനൊരു പ്ലാന്റ് ഇപ്പോൾ ഒരു 4 വർഷത്തിന് മുമ്പ് അത് പണിതിട്ടുണ്ട്. ഏതാണ്ട് 15 ലക്ഷം രൂപ മുടക്കിയിട്ട് 20 KLD, അതായത് നമുക്കൊരു പെർ ഡേ 20,000 ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ശുദ്ധീകരിച്ച് ഒരു 6 ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. 6 ഫിൽറ്ററിങ്ങിൻ്റെ ഏറ്റവും ഔട്ട് വരുന്നത് പ്യുവർ വാട്ടർ ആയിരിക്കും. അത് നമ്മൾ പിന്നെ രണ്ടാമത് വേറെ ഒന്നിനും ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ ആ വെള്ളം നമുക്ക് ജലസേചന, കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾക്കത് വരുന്നില്ല, കാരണം വെച്ചാൽ വെള്ളം ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ സംഘത്തിന് വേറെ സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സംഘത്തിന് ഇപ്പോൾ നമ്മൾ ഓഫീസ് ഇരിക്കുന്നത് നമ്മളൊരു 40.5 സെൻറ്റുള്ള സ്ഥലത്താണ്. 3 നില കെട്ടിടത്തുള്ള ഒരു ഓഫീസുണ്ട്. അവിടെ തന്നെ ഞങ്ങൾക്ക് ഒരു വിശാലമായ കോൺഫറൻസ് ഹാളുണ്ട്. അത് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, പബ്ലിക്കിനും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഫീസ് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തൊരു സൊസൈറ്റിയും കൂടിയാണ് മീനങ്ങാടി സൊസൈറ്റി എന്ന് പറഞ്ഞത്. കാരണം 2000 ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആയതാണ്. എത്ര തൊഴിലാളികളുണ്ട്? ഇപ്പോൾ 40ഓളം തൊഴിലാളികളുണ്ട്, 40 തൊഴിലാളികളുണ്ട്. അപ്പോൾ ഈ 40 തൊഴിലാളികളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കൂടാതെ ഇതിനു മുമ്പ് നമുക്ക് കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്ന് തന്നെ ഒരു 1/2 കിലോമീറ്റർ ദൂരം അവിടെ ഒരു ഫീഡ് പ്ലാന്റ് ഉണ്ടായിരുന്നു, മേന്മ ഫീഡ് പ്ലാന്റ്. അപ്പോൾ അങ്ങനെ മേന്മ ഫീഡ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കുറേ ലാഭകരം അല്ലാത്തതിൻ്റെ പേര് അത് വൈൻഡപ്പ് ആയിപ്പോയി. കാരണം അത് ഈ പ്രൈവറ്റ് ഇതിനോടാണല്ലോ മത്സരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ആ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ റെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മീനങ്ങാടി ടൗണിൽ നമുക്ക് ഒരു പഴയ ഓഫീസ് ബിൽഡിംഗ് അവിടെയാണല്ലോ, അതൊരു 2 നില കെട്ടിടമാണ്. അതുമെല്ലാം ഇപ്പോൾ റെൻറ്റിന് കൊടുത്തു. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയല്ല, സ്കൂൾ ജംഗ്ഷനിൽ. പിന്നെ 6 ഡിപ്പോ കെട്ടിടങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ ഏകദേശം മൊത്തത്തിൽ 1 ഏക്കർ സ്ഥലം സംഘത്തിനുണ്ട്. അവിടെ എല്ലാം കെട്ടിടങ്ങളും ഉണ്ട്. ഒരു മാസം ഒരു 75,000 രൂപ റെന്റ് ഇനത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. സംഘത്തിന്റെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അത് കൂടാതെ പിന്നെ നമുക്കിപ്പോൾ പുല്ലൊക്കെ വളർത്താനായിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. പുല്ല് വളർത്താനായിട്ട് സംഘത്തിനായിട്ടില്ല. പലപ്പോഴും സ്ഥല പരിമിതി കാരണം, അല്ലെങ്കിൽ പഴയൊരു സിസ്റ്റത്തിൽ തന്നെ തുടർന്ന് വരുന്ന എവിടെയെങ്കിലും പശുക്കളെ ഒന്ന് കെട്ടി വളർത്തി കൊണ്ടുവരിക എന്നുള്ള രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ കറവ മാത്രം ഒരു പ്രാധാന്യമായി കണ്ടുകൊണ്ട്. പക്ഷേ ഇന്ന് അതല്ല, ഒരു തൊഴുത്തിൻ്റെ വൃത്തി ആ പശുവിൻ്റെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ഒക്കെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും ബാധിക്കും എന്നുള്ളതാണ്. അപ്പം പല കർഷകർക്കും ഈ നല്ലൊരു തൊഴുത്തില്ലാത്ത ഒരു പ്രശ്നമായി തീരാറുണ്ട്. അതങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സംഘത്തിൽ നിന്നുള്ള നീക്കം എങ്ങനെയാണ്? അത് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. അതായത് നിർധനരായ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുതിയ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കല്ല് വിരിച്ച തൊഴുത്ത്, അതുപോലെ തന്നെ പലക, ഈ എന്താ പറയുക, കവുങ്ങിൻ്റെ പാത്തി ഇട്ട തൊഴുത്ത്, അങ്ങനെയുള്ള തൊഴുത്തൊക്കെ അതിൽ പശു വളർത്തുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നേരിൽ പോയി കാണാനും എല്ലാ കർഷകരും വീട് വിസിറ്റ് ചെയ്തായിരുന്നു ഒരു ഇടയ്ക്ക്. അപ്പോൾ ഈ നിർധനരായതിൽ ഇതേപോലെ തന്നെ കുറച്ച് പശുവിൻ്റെ ആരോഗ്യവും വർഗവും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നല്ല ഗുണനിലവാരമുള്ള പാല് വർദ്ധി. കാരണം ഈ തൊഴുത്തിൽ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കറക്കാനാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതിനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആ സംവിധാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കർഷകന് 15,000 രൂപ വീതം ഫ്രീ ആയിട്ട് തറ മാത്രം, തൊഴുത്തിൻ്റെ തറ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്, കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർഷത്തിൽ 100 കർഷകർക്ക് അത് ചെയ്യുന്നുണ്ട്.
15,000. അപ്പോൾ 15 ലക്ഷം രൂപ ഒരു വർഷം ഈ തൊഴുത്തിൻ്റെ തറ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയേറെ പ്രവർത്തനങ്ങൾ, ഒന്നൊന്നിന് മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഈ സംഘം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അംഗീകാരം കിട്ടിയതും കൂടെ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം ആണ്. അത് ഒരു പക്ഷേ നിങ്ങൾ ഒരു പ്രതിനിധിയാണ് ആ സംഘത്തിൻ്റെയും അത്രയും കർഷകരുടെയും, അല്ലെങ്കിൽ വയനാടിൻ്റെ തന്നെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്നിപ്പോൾ നമ്മളോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഭാവി പദ്ധതികളുണ്ടാവും. അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കന്നുകാലികളുടെ വർഗവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിൽ എത്തിച്ച് ക്ഷീരകർഷകർക്ക് ന്യായമായ വില ലഭ്യമാക്കി കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കൂടുതൽ യുവ കർഷകരെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി പലിശരഹിത വായ്പയായി കൂടുതൽ തുക കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ 50,000 രൂപ വെച്ചിട്ടാണ് ഒരു കർഷകന് 50 പേർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഒരു പശുവിന് ഇപ്പോൾ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു പശുവിന് 1 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. അപ്പോൾ ഈ തുക 1 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ച് 50 പേർക്കും കൂടെ കൊടുക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപയോടെ കൊടുക്കുകയാണെങ്കിൽ അത്രയും പശുക്കളെയും കൂടെ നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അങ്ങനെ പാലുൽപാദനം അത് പലിശരഹിതമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ എല്ലാ കറവമാടുകളെയും സബ്സിഡി നിരക്കിൽ ഇൻഷുർ ചെയ്യണം. കാരണം ഈ പശുവിൻ്റെ മരണം വലിയൊരു, അല്ലെങ്കിൽ PTD ആയി പോകുന്ന, വന്ധ്യത ബാധിച്ചു പോകുന്ന ഒരു വലിയ വിഷയമുണ്ട്. കറവക്കാർ നേരിടുന്ന പ്രധാനമായ ഒരു വെല്ലുവിളിയാണ്. കാരണം വന്ധ്യത, അതെ, ചെന പിടിക്കാതിരിക്കുക. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കർഷകർക്ക് നഷ്ടം സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഇതിന് ഇൻഷുർ ചെയ്യുക. സബ്സിഡി നിരക്കിൽ, പകുതി സബ്സിഡിയോട് നിരക്കിൽ ഇൻഷുർ ചെയ്യുന്നതിന് ഒരു സ്കീം ഇപ്പോൾ നിലവിൽ മിൽമേൻ്റെ ഉണ്ട്. അതൊരു ചെറിയ സബ്സിഡിയേ വരുന്നുള്ളൂ. അത് മാക്സിമം സംഘം കൂടെ സബ്സിഡി ഇട്ട് പരമാവധി എല്ലാ കറവ പശുക്കളെയും ഈ ഇൻഷുർ ചെയ്യുന്നതിനൊരു സംവിധാനവും, അതുപോലെ കർഷകർക്ക് അവരുടെ വീട്ടുപടിക്കൽ ചോളത്തണ്ട്, പച്ചപ്പുല്ല്, സൈലേജ് എന്നിവ എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പശുപരിപാലനം ആദായകരവും ആയാസരഹിതവുമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം പുല്ലിൻ്റെ ലഭ്യത കുറവും റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോളത്തണ്ടും പച്ചപ്പുല്ലും അതുപോലെ തന്നെ സൈലേജ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇതെല്ലാം അവരുടെ വീട്ടുപടിക്കൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു റിസ്ക്കില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, പശുവിനെ കുളിപ്പിക്കുന്നു, കറക്കുന്നു, ഈ വീട്ടുപടിക്കൽ എത്തുന്ന പുല്ല് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു റിസ്ക്കില്ല. മറ്റുള്ള കാര്യങ്ങൾക്ക്, വിവാഹത്തിനാണെങ്കിലും മരണത്തിനാണെങ്കിലും മറ്റുള്ള ഫംഗ്ഷനൊക്കെ അവർക്ക് പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ ആ രൂപത്തിലേക്ക് അവരെ കുറേ കൂടെ ലളിതമാക്കി തീർക്കണം. അതുപോലെ തന്നെ തന്നെയല്ല, തീറ്റ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ അത് അവർക്ക് കൂടെ ഒരു പ്രോത്സാഹനമാകും. അപ്പോൾ തന്നെ ഇത് ഈ ലാഭകരമല്ലാത്ത അവസ്ഥയുണ്ടല്ലോ ഈ പശു വളർത്തൽ. കാരണം വെച്ചാൽ ഒരു കറവക്കാലത്ത് ഒരു അസുഖം വരികയോ അല്ലെങ്കിൽ വില ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു മാക്സിമം ഇവരുടെ ഉൽപ്പാദനത്തിനനുസരിച്ച് ഇവരുടെ കാലിത്തീറ്റേൻ്റെ വിലവർധനവാണ് ഇവർക്ക് എപ്പോഴും നഷ്ടത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ട് പാലിന് വില കൂട്ടുമ്പോൾ കാലിത്തീറ്റ കമ്പനികൾ കാലിത്തീറ്റയ്ക്ക് വില കൂട്ടും. അപ്പോൾ ഇത് ലാഭകരമല്ല. അതുകൊണ്ടാണ് ആരെങ്കിലും ഇത് നഷ്ടമാണ് അല്ലെങ്കിൽ വിട്ടുപോകണമെന്നൊരു ടെൻഡൻസി വരുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഇവിടുന്ന് കാരണം പാലുൽപാദനം വർദ്ധിക്കുക ചെയ്തിട്ട് വയനാട് ജില്ലയിൽ മീനങ്ങാടി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം പാലുൽപാദനം കൂടുക ചെയ്തു. അപ്പോൾ അവർ ഇനിയും കുറേയും കൂടെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഇനം പശുക്കളെ, അതായത് ഉൽപാദനക്ഷമതയുള്ള പശുക്കളെ വളർത്തുന്നതിനായിട്ട് ഈ സെക്സ് സോർട്ടഡ് സെമൺ കുത്തിവയ്പ്പ് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പാലുൽപാദനം വീണ്ടും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറേയും കൂടെ ഇത് ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ രംഗത്ത് ഒത്തിരി പേര് പിടിച്ചു നിൽക്കാൻ കഴിയും. പാലുൽപാദനത്തിൻ്റെ സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് എത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പശുക്കൾക്കാണ് കൂടുതലായിട്ട് ഊന്നൽ നൽകി സംസാരിച്ചത്. അപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പം അതുപോലെ തന്നെ എരുമ ആ ഒരു മേഖലയ്ക്കും കൂടെ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എരുമകളെ വളർത്തിക്കൊണ്ട്? എരുമകളെ വളർത്താൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഗുണമേന്മയുള്ളത് എരുമപ്പാൽ. മീനങ്ങാടി സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 60-70 പേരോളം 10 പശുക്കളിൽ മേലെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ, ഗുണമേന്മ വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ 10 പശുക്കളുള്ളിടത്ത് ഒരു എരുമയും കൂടി ഉണ്ടെങ്കിൽ നന്നാവും. കാരണം മാക്സിമം വില കിട്ടാൻ കഴിയും. കാരണം അതിനകത്ത് കൊഴുപ്പ് കൂടുതലാണ് എരുമപ്പാലിന്. അപ്പോൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഈ പശുക്കളിലെ പോലെയല്ല എരുമകൾക്ക് ചിലവ് കൂടുതലാണെന്നാണ് പൊതുവെ ഒരു കണ്ടെത്തൽ. പിന്നെ അതുകൊണ്ടായിരിക്കാം അവർ, കാരണം പാലും കുറവായിരിക്കുമല്ലോ, പശുക്കളുടെ അത്രയും പാലില്ല. അപ്പോൾ ഇതേ ചിലവ് തന്നെ ആയിട്ട് കൊടുക്കുകയും ചെയ്യണം, പാല് മാക്സിമം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വില കിട്ടുന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു പോകും. അപ്പോൾ ഒരു ഫാമുകാരാണ് പരമാവധി എരുമകളെ വളർത്താൻ താല്പര്യപ്പെടുന്നവർ. അപ്പോൾ അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു എരുമയും കൂടെ വളർത്തുകയാണെങ്കിൽ പാലിൻ്റെ വിലയിൽ വലിയ വ്യത്യാസം വരും, ഗുണമേന്മ വർദ്ധിക്കും. അപ്പോൾ അതിനനുസരിച്ച് ലാഭകരമായി തീരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബ്രഹ്മഗിരി പോലെയുള്ള സംവിധാനത്തിൽ പോത്തുകുട്ടികളെ വളർത്താനുള്ള സ്കീം നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ കുറേ ചെയ്യുന്നുണ്ട്. അതും സംഘത്തിലൂടെ ചെയ്യുന്നുണ്ട്.
അന്യസംസ്ഥാനത്ത് നിന്ന് പശുക്കളെ കൊണ്ടുവരുമ്പോഴായാലും നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്ത കുറേ രോഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അനാപ്ലാസ്മ, തൈലേറിയ ഇങ്ങനെയുള്ള രോഗങ്ങളാണ് കൂടുതലും. അല്ലെങ്കിൽ ഒരു അകിട് വീക്കം അങ്ങനെയൊക്കെ അതിൽ മാത്രം നിന്നിരുന്ന അവിടുത്താണ് ഇതുപോലെയുള്ള പുതിയ രോഗങ്ങൾ വരിക. അതുപോലെ തന്നെ കുളമ്പ് രോഗങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതും ഈ രോഗങ്ങളെക്കുറിച്ചൊരു ബോധം എല്ലാ കർഷകർക്കും ഉണ്ടാകേണ്ടതും അത്യാവശ്യമല്ലേ? അതെങ്ങനെയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്? ഈ ക്ലാസ്സുകൾ മുഖേനയാണോ? അത് മൃഗസംരക്ഷണ വകുപ്പ് അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ഷീരവികസന വകുപ്പും അതിനകത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വർഷത്തിൽ 2 തവണ കുളമ്പ് രോഗത്തിനുള്ളൊരു കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൈലേറിയ ബാധിച്ച അത് ശരിക്കും ഒരു പകർച്ചവ്യാധി പോലെയാണ് വരുന്നത്. അപ്പോൾ ഒരു തൈലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളത് സാധാരണ മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവരവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ആ പ്രദേശത്തുള്ള കുത്തിവയ്പ്പ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അനാപ്ലാസ്മയൊക്കെ അത് വലിയൊരു കറവക്കാലം തന്നെ കറവയില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. അപ്പോൾ അതിനെല്ലാം ഇതുപോലെ തന്നെ ഇവർ സപ്പോർട്ട് പ്രിവെൻഷനായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. മാക്സിമം അതുപോലെ തന്നെ ഈ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ നിർബന്ധമായിട്ടും വിളിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോർണർ മീറ്റിങ്ങുകളിൽ കൂടെ ഇവരോട് ഈ വക കാര്യങ്ങളും കൂടെ ഒരു ബോധവൽക്കരണ പരിപാടി എന്ന നിലയിൽ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ക്ഷീരമേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ നട്ടെല്ല് തന്നെയാണെന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട്. അപ്പോൾ അത് ഒരു കർഷകന്റെ ജീവനോപാധി എന്നതിനേക്കാൾ ഉപരി അവരുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉയർച്ചയുടെ ഒരു ഭാഗം കൂടിയാണ് അത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു കർഷകനെ കൈ പിടിച്ചു കൊണ്ടുവരാനും ഒരു നാടിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി എന്നും കൂടെ നിൽക്കുന്നതാണ് ഇതുപോലെയുള്ള സംഘങ്ങൾ. അവർ കാഴ്ചവെക്കുന്ന മികവുറ്റ ഓരോ പ്രവർത്തനങ്ങൾ. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയും ആ കർഷകരെയും അംഗീകരിക്കുക എന്നുള്ളതും അംഗീകാരം ലഭിക്കുക എന്നുള്ളതും ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നതാണ്. അപ്പോൾ ധാരാളം ക്ഷീരസംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃക കൂടിയാണ് ഈ മീനങ്ങാടി ക്ഷീരോത്പാദക സംഘം. അപ്പം മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വഴി ഇനിയും നിങ്ങൾക്ക് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വലിയൊരു നട്ടെല്ലായി തീരാനായിട്ട് ക്ഷീരമേഖലയ്ക്കും കഴിയട്ടെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു. ക്ഷീരമേഖലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങൾക്ക് നൽകി വരുന്ന ഗോപാൽ രത്ന അവാർഡ് ലഭിച്ച വയനാട്ടിലെ മീനങ്ങാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് മീനങ്ങാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീ KB മാത്യു. വയലും വീടും